ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിമ്പിൾസ്, ആക്നീസ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ടാവും അല്ലേ. ഇപ്പോൾ ഓയിലി സ്കിന്നിലൊക്കെ ആണെങ്കിൽ പിമ്പിൾസ് പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനത്തെ സ്കിൻ ടൈപ്സിന് അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടൊരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നെല്ലിക്കേൻ്റെ ജ്യൂസാണ്. ആ നെല്ലിക്കേൻ്റെ ജ്യൂസിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങളെ കയ്യിൽ അല്ലാതെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്ന വിധത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറിൽ വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കൊളാജൻസ് ആണ്. അതൊക്കെ എന്താ പറയുക ഉണ്ടാക്കാൻ ഈ ഒരു വൈറ്റമിൻ സി കാരണം പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ചോറ് വെക്കുന്ന സാധാരണ അരിയില്ലേ, വൈറ്റ് കളറിലുള്ള ആ അരി ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അതിലേക്ക് ഞാൻ ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോയും അതേപോലെ തന്നെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസൊക്കെ ഒന്ന് റിമൂവായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് കിട്ടും നമ്മുടെ സ്കിന്നിന്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറേയൊക്കെ ആ ബ്ലാക്ക് ഹെഡ്സ് ഒന്ന് റിമൂവായി കിട്ടും. അപ്പോൾ നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന പാക്ക് ഞാൻ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കൈ വെച്ചിട്ട് അതൊന്ന് എന്താ പറയുക നമ്മുടെ ഫേസിലൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാനിതൊന്ന് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് അതൊന്ന് കൈ വെച്ചിട്ട് പ്ലേസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ പറയുക വൈറ്റ് റൈസൊക്കെ ആഡ് ചെയ്തില്ല. അപ്പോൾ വൈറ്റ് റൈസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കോഫി പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഡെഡായിട്ടിരിക്കുന്ന സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും. പിന്നെ എന്താ പറയുക ഈ ആക്നേസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ സർക്കുലാർ മോഷനിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമ്മുടെ ഈ നോസ് ഏരിയ അതേപോലെ നമ്മുടെ കീഴ്ചുണ്ടിൻ്റെ താഴെ അവിടെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മെയിനായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. എനിക്കിപ്പോൾ അത് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണിന് ചുറ്റും ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫേസ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും കവർ ചെയ്യുന്ന വിധത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ. ഓറഞ്ചിൻ്റെ പീൽ പൗഡറും അതേപോലെ തന്നെ ഗൂസ്ബെറി ജ്യൂസും അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൽ 2 ഇൻഗ്രീഡിയൻസിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് ഭംഗി തോന്നിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന കൊളാജൻ ഫൈബേഴ്സാണ്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ഇതിലുള്ളതുകൊണ്ട് തന്നെ ഈ കൊളാജൻ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഈ ഒരു ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ആണെങ്കിൽ പെട്ടെന്ന് പിമ്പിൾസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഈ പിമ്പിൾസൊക്കെ ഒന്ന് മാറാനും അതേപോലെ തന്നെ പിമ്പിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഈ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, കറുത്ത പാടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറാൻ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. അപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് ഞാൻ നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ബാക്കി ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നിങ്ങൾ നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ
ഞാൻ ഫേസ് പാക്ക് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടോ, ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് സ്കിന്ന്. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നൊന്ന് സോഫ്റ്റൻ ആവാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.